وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ലോക മുസ്ലിങ്ങൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സുദിനമായി കൊണ്ടാടുന്ന ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തക്ബീറുകൾ അത്രയേറെ മുഴക്കിക്കൊണ്ട് തക്ബീർ കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ ഉള്ളതുപോലെ തന്നെ ബലിയറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വളരെ സുപ്രധാനമായ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബലിപെരുന്നാൾ എല്ലാ വർഷവും എല്ലാ മുസ്ലിങ്ങളും കൊണ്ടാടുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ സ്വന്തം മകനെ ആറ്റുനോറ്റ് കിട്ടിയ സ്വന്തം മകനെ ബലിയറുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പന വന്ന സമയത്ത് ഞാൻ എന്തിനത് ചെയ്യണം എന്നൊരു മറുചോദ്യമില്ലാതെ റബ്ബ് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കും എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൽപ്പന നിറവേറ്റുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായിൽ നബിയുടെയും ചരിത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത്, സ്മരിക്കുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലേ, മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നുള്ളത്, ഇസ്ലാം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനമായ അർത്ഥം എന്നുള്ളത് കീഴ്പ്പെടുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ സബ്മിറ്റഡ്, ആരാണ് കീഴ്പ്പെട്ടവൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നുള്ള പദത്തിൻ്റെ തന്നെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, എന്തിനാണ് ഹദീസിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്, എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ചില ചോദ്യം പുതിയ തലമുറയിലുള്ള കുട്ടികളിലെങ്കിലും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പടച്ചവൻ സബ്മിറ്റ് ചെയ്യാൻ, കീഴ്പ്പെടാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും എന്ന് ആർജവത്തോടുകൂടി പറയേണ്ടതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആർക്കെങ്കിലും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റാണ്, ബേസിക് ആയിട്ടുള്ള നേച്ചറാണ്. ആർക്കെങ്കിലും ഒന്നിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് സബ്മിറ്റ് ചെയ്യുക, കീഴ്പ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നമുക്കറിയുന്നത് പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസയറുകൾ, നമ്മുടെ ഹവ, അല്ലേ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അതിന് പിന്നാലെ നമ്മൾക്ക് പോകാം. അല്ലെങ്കിൽ ഫെയിമിന് പിന്നാലെ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാർ അവർ പറയുന്നതിന് പിന്നാലെ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റുകൾ അവർ മുന്നോട്ട് വെക്കുന്ന നന്മതിന്മകളുടെ പിന്നാലെ നമുക്ക് പോകാം. പക്ഷേ അതിനപ്പുറം മുസ്ലിങ്ങളായിട്ടുള്ള, ഇസ്ലാമിൻ്റെ ആളുകളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അപ്പുറത്തുള്ള പടച്ചവന് കീഴ്പ്പെടുക എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ള പേരിൻ്റെ തന്നെ അർത്ഥമായി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ വരുന്ന സമയത്ത്, ഇല്ല, പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനതിന് കീഴ്പ്പെട്ടു. ബലിപെരുന്നാളിൻ്റെ സന്ദേശം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിഷൻ എന്നുള്ളതാണ്, കീഴ്പ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കീഴ്പ്പാട് എന്നുള്ളത് അത് പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയെങ്കിൽ നമ്മളത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്. അതിനപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്തത്. ചില ചോദ്യങ്ങളാണ്, പുതിയ കാലഘട്ടത്തിലെ ചില ചോദ്യങ്ങളാണ്. റസൂലിൻ്റെ സീറ വായിക്കും, എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്, റസൂൽ എന്തിനാ അത് ശരിയാണോ, റസൂൽ ചെയ്താൽ ശരിയാണോ, ചില ആൾക്കാരുടെ ചോദ്യമാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, റസൂൽ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ശരിയാണോ എന്നൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ റസൂലിന് പുറത്താണ് ശരി എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. റസൂൽ ചെയ്തത് ശരിയാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ ശരി അതിലേക്ക് റസൂൽ ചെയ്യണം, അത് റസൂൽ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ശരി എന്നുള്ളത് റസൂൽ പറഞ്ഞതാണോ അതാണ് ശരി.
റസൂൽ എന്ത് ചെയ്തോ അതാണ് ശരി, റസൂൽ എന്ത് പറഞ്ഞോ, റസൂൽ എന്ത് മൗനാനുവാദം നൽകിയോ അതാണ് ശരി. അതിനപ്പുറം മറ്റൊരു ശരിയും തെറ്റും നമ്മൾ നിശ്ചയിച്ച് ആ ശരിയുടെയും തെറ്റിൻ്റെയും ഗോളത്തിനുള്ളിലേക്ക് റസൂൽ ചെയ്യണം എന്ന് പറയുന്നതല്ല നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. ഇന്നി വജ്ജഹത്തു വജിഹ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർളി ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക് ശുദ്ധ മനസ്കനായി കൊണ്ട് എൻ്റെ മുഖം ഇതാ തിരിച്ചിരിക്കുന്നു എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വ ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചു വളർന്ന സാഹചര്യം, ആ കാലത്തെ ബാബിലോണിയയിലെ അന്നത്തെ ഊർ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ കാലഘട്ടത്തിൽ കലയിലും വാണിജ്യത്തിലും വ്യാപാരത്തിലും അതുപോലെ തന്നെ ഫിലോസഫി, സയൻസ്, ഇതുപോലെയുള്ള അന്നുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഉത്തുംഗതയിൽ അതിൻ്റെ എപ്പെക്സിൽ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്ന ആ സമൂഹം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായി എല്ലാം വിഗ്രഹാരാധനയുടെ കീഴിലായിരുന്നു. എല്ലാം ഒരു ഭരണാധികാരി അവിടെ വരുന്നത് പോലും വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങനെയാണ് ഭരണാധികാരികൾ പോലും അവിടേക്ക് കടന്നു വരുന്നത് എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത് ആരുടെ മകനായിട്ടാണ്? ആസർ എന്ന് പറയുന്ന വിഗ്രഹാരാധന, അതുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്ന ഒരാളുടെ മകനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത് തന്നെ. അങ്ങനെ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കടമ കൊടുക്കണം. ആ കടമ എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന എല്ലാ പ്രവാചകന്മാരുടെയും പിന്നെ അവരെല്ലാവരും പറഞ്ഞിരുന്ന ആ സന്ദേശം ഈ ജനങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മുകളിലുള്ള പ്രഥമമായിട്ടുള്ള കടമ. ആ കടമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ പാലിച്ചത് നമുക്ക് കാണാൻ പറ്റും. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം ഉപ്പയോട്, അല്ലയോ പൊന്നു പിതാവേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് പിന്നെ സൊസൈറ്റിയിലേക്ക് കടക്കാൻ, കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നുകൊണ്ട് അവിടെ പിന്നെ അവരുടെ മുന്നിലേക്ക് തോട്ട് എക്സ്പെരിമെൻറ്റ് കൊടുക്കാൻ. അന്നുണ്ടായിരുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെയൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത് എന്താണ്? അവിടെ നക്ഷത്രങ്ങൾ വരുമ്പോൾ ഇതാണ് എൻ്റെ ആരാധ്യൻ എന്ന് പറയുന്നു. പക്ഷേ നക്ഷത്രങ്ങൾ പിന്നെ പതിയെ മാഞ്ഞു പോവാണ്. അങ്ങനെ മാഞ്ഞു പോകുന്നത് എൻ്റെ ആരാധ്യനല്ല. അപ്പോൾ ചന്ദ്രൻ കയറി വരികയാണ്. അപ്പോൾ ഈ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനാണ് എൻ്റെ ആരാധ്യൻ എന്ന് പറയാൻ. പക്ഷേ ചന്ദ്രനും പതിയെ അത് ഇല്ലാതായി പോവുകയാണ്. കാരണം വെളിച്ചം വരുമ്പോൾ ചന്ദ്രൻ പോകുമല്ലോ. അപ്പോൾ ഈ ചന്ദ്രനല്ല ആരാധ്യൻ, ഇങ്ങനെ ഇല്ലാതായി പോകുന്നതല്ല എൻ്റെ ആരാധ്യൻ. അപ്പോൾ വലിയൊരു സൂര്യൻ വരികയാണ്. ഇത്രയും പ്രകാശകിരണങ്ങൾ പിന്നെ എമിറ്റ് ചെയ്യുന്ന സൂര്യൻ വരുമ്പോൾ ഈ സൂര്യനാണ് എൻ്റെ ആരാധ്യൻ എന്ന് പറയാണ്. പക്ഷേ സൂര്യനും അസ്തമിക്കുന്നുണ്ട്. അങ്ങനെ ഉദയവും അസ്തമയവുമുള്ള ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധ്യനാവേണ്ടത് എന്ന് ബുദ്ധിപൂർവ്വം അവരെ പഠിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഥമമായിട്ടുള്ള കടമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സാഹചര്യം നമ്മൾ ആലോചിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത്, അതുപോലെ തന്നെ ജീവിച്ചത്, പ്രബോധനം ചെയ്തത്, അതുപോലെ തന്നെ വഫാത്തായത്, ഇതൊന്നും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ജനിച്ചത് മുതൽ വഫാത്ത് വരെ ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നില്ല, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായിരുന്നില്ല. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? പൂർണ്ണമായിട്ടുള്ള മുസ്ലിം, പരിപൂർണനായിട്ടുള്ള മുസ്ലിം. ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ മുസ്ലിം, അല്ലെ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഥവാ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക ഭരണകൂടമൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊരു വിഷയമേ അല്ല. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലല്ലാതിരുന്നിട്ട് പോലും പരിപൂർണമായി കടമകൾ പൂർത്തിയാക്കി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം നമ്മൾക്കും പോസിബിളാണ്. നമ്മുടെയും പ്രഥമമായ കടമ എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞിട്ടില്ലാത്ത മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറം സാമൂഹികമായിട്ടും നമ്മൾക്ക് കടമകളുണ്ട്. ഇസ്ലാമിൽ എന്താണ് നന്മയുള്ളത്, ഖുർആനിൽ എന്താണ് നന്മയുള്ളത് എന്ന് ചോദിക്കുന്ന ചില ആളുകളെ നമ്മൾ ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഖുർആൻ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അവർ ഖുർആൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അവർ റസൂലിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയത്തിലും, ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം അവൻ്റെ കടമയാണ്. പഠിക്കുക എന്നുള്ളത് അവൻ്റെ കടമയാണ്. അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ള അവരുടെ കടമയാണ്. മാതാപിതാക്കളോട് കടമയുണ്ട്, അയൽവാസിയോട് കടമയുണ്ട്. അയൽവാസികളോടുള്ള കടമയൊക്കെ പറയുന്നിടത്ത് ഒരുപക്ഷെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അയൽവാസികൾക്ക് ഇൻഹെറിറ്റൻസ്, അതായത് നമ്മുടെ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക്, പേടിക്കുന്ന രീതിയിലേക്ക് അയൽവാസികളുമായി ബന്ധപ്പെട്ട കടമകൾ പറയുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും, ഹദീസിൽ കാണാൻ പറ്റും. അത്രത്തോളം സാമൂഹികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരോടുമുള്ള കടമകൾ ഇസ്ലാം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കടമകൾ പൂർത്തിയാക്കി
യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് മുസ്ലിമായിട്ടുള്ള നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, വളരെ ആഹ്ലാദത്തോടു കൂടി ആഘോഷിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ സന്തോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സന്തോഷം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ആഹ്ലാദം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത, ആഘോഷം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുരുന്നുമക്കൾ ഫലസ്തീനിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവരെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുമ്പം ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ ഇന്നലെ നിസ്കരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബലി അറുക്കാനുള്ള മാടുകളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് അവർ കയ്യിലുള്ള മധുര പലഹാരങ്ങൾ അത് പരസ്പരം കൊടുത്തുകൊണ്ട് അവർ സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം എന്നുള്ളതാണ്. ചിൽഡ്രൻ ഓഫ് ഗസയിലെ കുരുന്നുമക്കൾ, അവരെക്കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, ഓർമ്മയുണ്ടാവണം. അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥത, അവരുടെയൊക്കെ ഒരു തഖ്വ നമ്മളുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൂരയ്ക്ക് മുകളിലേക്ക്, വീട് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കൂരയ്ക്ക് മുകളിലേക്ക് മിസൈലുകൾ, ബോംബുകൾ എപ്പോഴാണ് വർഷിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ പരീക്ഷണം. അതിൽ അവർ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇന്ത്യയിലില്ല. അതേസമയം നമ്മൾക്കുള്ള പരീക്ഷണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾക്കുള്ള പരീക്ഷണം അത് ഒരു പക്ഷേ ചോദ്യങ്ങളുടെ രൂപത്തിലായിരിക്കും കിട്ടുക. പുതിയ കാലഘട്ടത്തിൽ എല്ലാം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റും ടെക്നോളജിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതുണ്ടാകുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മേലുള്ള പരീക്ഷണം. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളിലും നിൽക്കുമ്പോൾ മെല്ലെ റബ്ബിനെ മറന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ചോദ്യങ്ങളിലോ അതുപോലെ തന്നെ സംശയങ്ങളിലോ കുരുങ്ങിക്കൊണ്ട് നമ്മുടെ ഈമാൻ ഒലിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് സ്വന്തം തന്നിഷ്ടത്തെ ഇലാഹാക്കി പ്രതിഷ്ഠിച്ച ആളുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ നീ കണ്ടുപോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ആ ഹവയെ, സ്വന്തം ഇഷ്ടങ്ങളെ അതിനെ ഇലാഹാക്കി മാറ്റിയ ആളുകൾ, അതിനെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൽ നിന്ന് പതിയെ തെറ്റിപ്പോവും. ഞങ്ങൾ ഇസ്ലാമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷേ ഇന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല. ആ കാര്യമൊക്കെ അത്രത്തോളം നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കണോ, അത്രത്തോളം ചങ്ങലക്കിടണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് പ്രശ്നം. നമുക്കറിയാം ഫാഷിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9/11 ശേഷം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞൊരു 10-11 വർഷമായി ഇന്ത്യയിൽ കൃത്യമായി ഇസ്ലാമോഫോബിയ അത് കൃത്യമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞൊരു 4-5 വർഷമായി കേരളത്തിലും ഇത് വലിയ രീതിയിൽ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി, അതിൻ്റെ താഴെ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ബലിയിറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച ഉണ്ടാവുക. ബലിയിറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച. എന്തിനാ ബലിയിറക്കുന്നത്? 4 നേരം KFC അടിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ബലിയിറക്കുന്നതുമായിട്ട് വലിയ ചർച്ചകൾ നടത്തുക, ഹ്യൂമാനിറ്റേറിയൻ ചർച്ചകൾ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാഷിസം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർഡാണ്. നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഫാഷിസം വരുന്നത്. നമ്മുടെ വസ്ത്രത്തിലേക്ക്, നമ്മുടെ അടുക്കളകളിലേക്ക് ഒക്കെ ഫാഷിസം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മറുവശത്ത് വേറൊരു സംഗതിയുണ്ട്, അതിൻ്റെ പേരാണ് ലിബറലിസം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ലിബറൽ. ഹായ്, ഐ ആം എ ലിബറൽ, ഞാനൊരു ലിബറലാണ്, നമുക്ക് സംസാരിക്കാം എന്നൊരു ലിബറലും നമ്മളോട് പറയില്ല. മറിച്ച് അവർ വരുന്നത് അങ്ങനെയൊക്കെ വേണോ, പുതിയ കാലഘട്ടത്തിൽ 2025 ആയില്ലേ, 21-ാം നൂറ്റാണ്ടായില്ലേ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നായിരിക്കും അവർ ചോദിക്കുക. ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ പോലും അറിയാതെ ഇസ്ലാമിൽ നിന്ന് പതിയെ നമ്മൾ അകന്നു പോകുന്ന ഒരു വിഷയമാണ് മറുവശത്തുള്ളത്. ഈ രണ്ടിനെയും നമ്മൾ പ്രതിരോധിക്കണം. കർണാടകയിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജാബ് ധരിക്കാൻ പാടില്ല, കോളേജിലേക്ക് വരുമ്പോൾ, സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള ഗവൺമെൻറ് തിട്ടൂരിറക്കാണ്. എന്താ സംഭവിച്ചത്? അവിടെ അവർ സമരം ചെയ്യുകയാണ്, പെൺകുട്ടികൾ സമരം ചെയ്തു, ഹിജാബിന് വേണ്ടി സമരം ചെയ്യണം. പക്ഷേ തൊട്ടിപ്പുറത്തുള്ള കേരളത്തിൽ എന്താ സംഭവം? അങ്ങനെയുള്ള യാതൊരു അവസ്ഥയും നമുക്കില്ല. പക്ഷേ നമ്മുടെ കോളേജുകളിലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്ന് അവരറിയാതെ അവരുടെ തട്ടം അഴിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാഷിസവും ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം. ഫാഷിസം വരെ നമ്മൾ കണ്ടു, അതിനെതിരെ നമ്മൾ പ്രതിരോധിച്ചു. പക്ഷേ ലിബറലിസം വരെ നമ്മൾ അറിയുന്നത് പോലുമില്ല. അവിടെയാണ് ഈ ലിബറലിസത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൂറത്തു ശുറായിൽ 83 മുതൽ 88, 89 വരെയുള്ള വചനങ്ങളിലും കാണാൻ പറ്റും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളാണ് അവിടെ കാണാൻ പറ്റുക. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. അല്ലെ, അവർ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോക നാളിൽ നീ എന്നെ അപമാനിതരുടെ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം, പൂർണ്ണനായ മുസ്ലിം, പരിപൂർണനായ മുസ്ലിം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമയാണ് പറയുന്നത് എന്നെ നീ പരലോകത്ത് അപമാനിക്കപ്പെടുന്ന ആളുകളിലേക്ക് ഉൾപ്പെടുത്തരുതേ എന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിപൂർണ്ണ മുസ്ലിമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ പകുതിയുണ്ടോ? പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകൾ എവിടെയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഹാജറ ബീവിയെ മണരാരണ്യത്തിൽ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇൻഫൻ്റ് ആയിട്ടുള്ള ഇസ്മായിൽ നബിയെയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകുന്നുണ്ട്. നല്ല വിഷമത്തോടു കൂടിയാണ്, വലിയ ഹദീസ് കാണാൻ പറ്റും, നല്ല വിഷമത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോകുന്നത്. പക്ഷേ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഹാജറ ബീവി പലതവണ വിളിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടാണോ താങ്കൾ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി തിരിച്ച് മറുപടി പറയുന്നുണ്ട്, അതെ. അപ്പോൾ ഹാജറ ബീവി തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, അതെന്താണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കത് മതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് മതി എന്ന് പറയുന്നത് ഹാജറ ബീബിയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇസ്മായിൽ നബിയെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹി വരുന്ന സമയത്ത്, അല്ലെ, ഇസ്മായിൽ നബിയോട്, ചെറിയ ആ കുട്ടിയായിട്ടുള്ള ഇസ്മായിൽ നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ലെ, മാതാ തറ, മോനെ നിൻ്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ അറക്കാനൊരു വഹി ലഭിച്ചിട്ടുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണ്? ഇസ്മായിൽ നബി പറയുന്നത് എന്താണ്? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് ഓക്കെയാണ്. ഇതായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇതായിരിക്കണം നമ്മുടെ ബേസ്, ഇതായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, പിന്നെ അവിടെ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. ദ എറാ ഓഫ് ക്വസ്റ്റ്യനിങ് എന്നാണ് പറയുക. പുതിയ കാലഘട്ടത്തിൽ ചോദ്യങ്ങളുടെ കാലഘട്ടം എന്നാണ് പറയുക. ആ ചോദ്യങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, പിന്നെ അതിനപ്പുറം ചോദ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇബ്രാഹിം നബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഉദാഹരണം നമുക്ക് അവിടെ കാണാൻ പറ്റും. നോക്കൂ, സ്വന്തം മകനായിട്ടുള്ള വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള ഇസ്മായിൽ നബിയോടാണ് ചോദിക്കുന്നത്, എന്താണ് മോനെ നിൻ്റെ അഭിപ്രായം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ തന്നു, എന്താണ്? അറുക്കണം എന്നുള്ള വഹീ തന്നു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, ഒരു കൂടിയാലോചന, അല്ലേ? ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോട് ഒരു കൂടിയാലോചന. അവിടെയാണ് കൂടിയാലോചന എത്രമാത്രം പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാവരും വഴിതെറ്റുകയാണ്. ജൻ ആൽഫ, ജൻസി ഇവരൊക്കെ വഴിതെറ്റിപ്പോയിരിക്കുന്നത്, നമുക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ള നിലക്കാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത്, അല്ലേ, ഇവിടെയുള്ള രക്ഷിതാക്കളായിട്ടുള്ള ആളുകളും കുട്ടികളായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ജനറേഷണൽ ഗ്യാപ്പ്, അത് പുതിയ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് കുറച്ച് കൊണ്ടുവരാൻ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് പണിയെടുക്കേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെ ചിന്ത എന്താണ്, നമ്മുടെ ആൺകുട്ടികളുടെ ചിന്ത എന്താണ്, ആ ചിന്ത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവരുമായി ഇടപെടണം. ആ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് അവരുമായി കൂടുതൽ അടുക്കാനും അവർക്ക് എന്ത് കാര്യവും തിരിച്ച് നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് പുതിയ കാലഘട്ടത്തിൽ നോക്കൂ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പക്ഷേ ഏറ്റവും ചെറിയ അളവിൽ പോലും ലഹരി ഉണ്ടാക്കുന്ന സംഗതി പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മയക്കുമരുന്ന് തൊടാൻ നമുക്ക് സാധിക്കുക? അപ്പോൾ ഈ പ്രമാണങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കുള്ള പരിഹാരം. അത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടി വന്നു. കുട്ടി എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയും ഒരു ഉമ്മയാണ് വന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ഒരു ദിവസം വാതിൽ തുറന്ന് കുട്ടിയുടെ റൂമിലേക്ക് കയറുമ്പം കുട്ടി ഇങ്ങനെ ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുട്ടിയും കുട്ടി വന്നാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എന്ത് ചെയ്തു, കുട്ടി നല്ല ഗെയിം അഡിക്റ്റാണ്. ആ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഈ കുട്ടി അവന് പിന്നെ ഗെയിം കളിച്ച് ഉമ്മാൻ്റെ ഗൂഗിൾ പേയിലുള്ള പൈസയൊക്കെ പോയി. അങ്ങനെ പിന്നെ ഇവനെ ആകെ പ്രശ്നമാക്കാൻ തുടങ്ങി. എനിക്ക് ഇനിയും ഫോൺ വേണം, പൈസ വേണം എന്നൊക്കെ പറഞ്ഞു. ഉമ്മ കൊടുത്തില്ല. കുട്ടി എന്ത് ചെയ്തു, നേരെ കടയിൽ പോയി ചുവന്ന കളറുള്ള ഒരു സാധനം വാങ്ങി അതൊരു ദ്രാവകത്തിലും ഇങ്ങനെ മുക്കി അവൻ്റെ കയ്യിലും അതുപോലെ തന്നെ ശരീരത്തിലും കട്ടിലും പിന്നെ നിലത്തൊക്കെ ആക്കി. എന്നിട്ട് ഉമ്മ കയറി വരുമ്പോൾ ഇങ്ങനെ മരിക്കുന്ന പോലെ കിടക്കണം. എന്തിനാ? ഉമ്മാനെ ഭീഷണിപ്പെടുത്താൻ. ഇനി എനിക്ക് ഫോൺ തന്നില്ലെങ്കിൽ, ഇനി എനിക്ക് പണം തന്നില്ലെങ്കിൽ, ഇതിപ്പോൾ ഒരു ഇത് മാത്രമാണ്, ഇനി ഇത് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ, ഫോണും കാര്യങ്ങളും തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇതേപോലെ റിയലായിട്ട് കിടക്കും എന്ന് ഉമ്മാനെ ഭീഷണിപ്പെടുത്താൻ. ഈ നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളെ വളരെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഹയാ, അല്ലേ? പുതിയ കാലത്തിലെ ഹയാ എന്നുള്ളത് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഹയാ എന്ന് പറയുന്നൊരു സംഗതി, ലജ്ജ എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം പെൺകുട്ടികളുടെ വിഷയം മാത്രമൊന്നുമല്ല, ആൺകുട്ടികളുടെ വിഷയം. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ
എന്താ സംഭവിക്കുക? ഒരു യാതൊരു തരത്തിലും ഇസ്ലാമികപരമായിട്ടുള്ള യാതൊരു വേഷവിധാനവും നമുക്ക് തോന്നാത്ത കാര്യം അല്ലേ? നമ്മൾ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രിവിലേജ് ഉണ്ട്. ഇസ്ലാമിൻ്റെ വേഷവിധാനം പ്രകടമായിക്കൊണ്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് അവസരമുണ്ട്. കാരണം ഹിജാബ് എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ്, ഐഡൻറ്റിറ്റിയാണ്. പക്ഷെ അങ്ങനെ ഒരു യാതൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് എത്താനാകുമ്പോൾ മെല്ലെ ഹിജാബ് വരുന്നു, തട്ടം വരുന്നു. അപ്പോൾ ആരെ കാണിക്കാനാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹിജാബ് ധരിക്കുന്നത്? അതാണ് ചോദ്യം. ബേസിക്കായിട്ടുള്ള ചോദ്യം പടച്ചോനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ആ ചോദ്യം ഒക്കെ വരുന്നത്, ആ രീതിയിലുള്ളൊരു അവസരത്തിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മിസ്സ് ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കൃത്യമായി ഈ രീതിയിലേക്ക് പോകാതെ നമ്മുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളൊന്നാമത് പ്രഥമമായി ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൗഡ് മുസ്ലിം ആവുക അല്ലേ, അഭിമാനകരമായിട്ടുള്ളൊരു അസ്തിത്വം അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സാധ്യമാണ്. ആ ഒരു അസ്തിത്വം അഭിമാനകരമായിട്ടുള്ള യാതൊരു തരത്തിലും നമുക്കൊരു പ്രശ്നമില്ല. കാരണം മറ്റേത് ദർശനങ്ങളെയും നമ്മൾ പരിശോധിച്ച് നോക്കും, അതിലൊക്കെ ഫ്ലോസ് കാണാൻ, പ്രശ്നങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഇസ്ലാമിന് എല്ലാ വിഷയത്തിലും ഉത്തരങ്ങളുണ്ട്. നമ്മൾക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉത്തരം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിന് ഉത്തരം ഇല്ല എന്ന് ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പക്ഷേ നമ്മൾ 7ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ഇസ്ലാം മുഴുവൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളുടെ മനസ്സിലൊരു സംശയം വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അതിന് ഉത്തരമുണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതിലാണ്. ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിനെ പരിഷ്കരിക്കും എന്താ ഇപ്പോൾ ഉലുഹിയത്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെ ബലിമൃഗങ്ങളൊക്കെ അറക്കേണ്ട ആവശ്യം എന്താണ്? പുതിയ കാലഘട്ടമല്ലേ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മൃഗങ്ങളെ അറക്കുന്ന അപരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ചില ആൾക്കാരുടെ ചോദ്യമാണ്, വലിയ ചോദ്യങ്ങൾ. എന്താ ചെയ്യേണ്ടത്? അതിന് പകരം എന്ത് ചെയ്യുക? ഒരു 7 ആൾക്കാർ ചേർന്നിട്ട് ഒരു ഫർണിച്ചർ ഒരു പാവപ്പെട്ടവർ കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും. ഒരു 7 ആൾക്കാർ ചേർന്നിട്ട് ഫർണിച്ചർ ഒരു പാവപ്പെട്ട, അത് വലിയ കാര്യമല്ലേ? അത് വലിയ കാര്യം. ഇതാണ് ചോദ്യം. ഫർണിച്ചർ ആവട്ടെ മറ്റെന്ത് ആവട്ടെ ഒരു പാവപ്പെട്ടവർ കൊടുക്കുക എന്നുള്ളതും നമ്മുടെ മതത്തിൽ തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു ആചാരം എന്നുള്ള ആൾക്ക് ഈ ഒരു അനുഷ്ഠാനം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതൊന്നും വേണ്ട, പുതിയ കാലത്ത് അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. തൗഹീദ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹജ്ജിന് ആളുകൾ പോകുമ്പോൾ അല്ലേ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ, ഏത് ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആളുകളാവട്ടെ, അവരാരും അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബിഹക്കി ഹാജറ അല്ലേ, ബിഹക്കി ഹാജറ എന്ന് എവിടെയും ചൊല്ലുന്നില്ല അല്ലെ, ബിജാ ഇസ്മായിൽ എന്നെവിടെയും ചൊല്ലുന്നില്ല. അഥവാ ഹക്ക് ജാഗ് ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ തൗഹീദിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ നമ്മൾ പോലും അറിയാതെ തൗഹീദിൽ നിന്ന് നമ്മൾ അകലുന്ന രീതി ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ഷിർക്ക് എന്നുള്ളത് ലദുൽമുൻ അദീം, ഏറ്റവും അങ്ങേയറ്റത്തുള്ള ദുൽമാണ്, തെറ്റാണ്. അതിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ആഘോഷമാണ്, ബലിപെരുന്നാളാണ്, ആഘോഷിക്കേണ്ടതാണ്. ആഘോഷം സുപ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ദാനം എന്നുള്ളത് വളരെ സുപ്രധാനമായി ഇന്നത്തെ ദിവസം, ഒരു ബലിപെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ദാനം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് പണം കൊടുത്ത് അവർ ബോക്സിലിടട്ടെ, അവർ ബക്കറ്റിലേക്ക് ഇടട്ടെ. ആ